ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. നമുക്കിന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രൂട്ട് സലാഡിന് വേണ്ട ഫ്രൂട്ട്സൊക്കെ ആദ്യം എടുക്കുക. അതിനുശേഷം അതൊന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ട് അതിനുശേഷം അതൊന്ന് കുഞ്ഞു കുഞ്ഞു ചെറിയ ആവശ്യത്തിനനുസരിച്ചുള്ള പീസുകളായിട്ട് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഓരോ കട്ട് ചെയ്തിട്ടുള്ള ഓരോ ഫ്രൂട്ട്സും ഇടുക. അങ്ങനെ മാങ്ങയും അനാറും പൈനാപ്പിളും പിന്നെ ആപ്പിളും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് വെക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇടാൻ പറ്റും. ആ ഫ്രൂട്ട്സൊക്കെ ഇടുക. ഇട്ടിട്ട് എല്ലാം കൂടെ നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുക. നല്ല നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഫൈനലായിട്ട് നമ്മൾക്ക് ചേർക്കേണ്ടത് തേനാണ്. തേനല്ലാതെ വേറൊരു കാര്യവും നമ്മളിതിൽ അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല തേനാണ്. നല്ല തേന് നല്ല ചുറ്റിച്ചൊഴിച്ച് അത് നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ് അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിലോട്ട് മാറ്റിയതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ലുക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം എല്ലാം നല്ല ആ തേനൊക്കെ എല്ലാ ഫ്രൂട്ട്സിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞു ഏതിലാണോ നമ്മൾ ഇത് മിക്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ കുഞ്ഞു ബൗളിലേക്ക് അത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇടുക. ഐസ്ക്രീം നല്ല വൃത്തിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെടുത്ത് ഈ സ്പൂണും കരണ്ടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ബദാമും എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്ന സമയത്തായിരുന്നു ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഗസ്റ്റിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്തിപ്പിച്ചു.